ഹെഡ്സെറ്റ് വാങ്ങുന്ന സമയത്തെ അതിൻ്റെ സ്പെക്സ് നോക്കുമ്പോൾ 13mm ഡ്രൈവർ 14mm ഡ്രൈവർ എന്ന് കാണാറുണ്ടല്ലോ. ഡ്രൈവറിൻ്റെ വലുപ്പവും സൗണ്ടും തമ്മിൽ എന്താണ് ബന്ധം? വാ പറഞ്ഞുതരാം. ആദ്യം ഡ്രൈവർ എന്താണെന്ന് നോക്കാം. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഹെഡ്സെറ്റിനുള്ള ചെറിയ സ്പീക്കറാണ്. മ്യൂസിക്കിനെ ഇലക്ട്രിക്കൽ സിഗ്നലിൽ നിന്ന് സൗണ്ട് ആക്കി മാറ്റുന്നത് ഈ ഡ്രൈവറാണ്. 13mm 14mm എന്ന് പറയുന്ന സ്പീക്കറിന്റെ വലിപ്പമാണ്, അഥവാ ഡയമീറ്റർ ആണ്. വലിയ ഡ്രൈവർ ആയാൽ കുറച്ചുകൂടെ ബാസ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ സൗണ്ട് ക്വാളിറ്റി തീരുമാനിക്കുന്ന ഡ്രൈവറിന്റെ സൈസ് മാത്രമല്ല, ട്യൂണിങ് എന്നൊരു കാര്യമുണ്ട്. ട്യൂണിങ് എന്ന് ഒറ്റവാക്കി പറഞ്ഞാൽ സൗണ്ട് ബാലൻസിങ് ആണ്. അതായത് എത്ര ബാസ് വേണം, എത്ര വോക്കൽസ് ക്ലിയർ ആയിരിക്കണം, ട്രെബിൾ സ്മൂത്ത് ആകണോ, ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് സൗണ്ട് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് ട്യൂണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ട്യൂണിങ് ചെയ്യാൻ വേണ്ടി കമ്പനികൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ ഡ്രൈവറിന്റെ ഡയഫ്രത്തിന്റെ മെറ്റീരിയൽ മാറ്റുക, അല്ലെങ്കിൽ മാഗ്നറ്റ് ആൻഡ് വോയിസ് കോയിൽ ഡിസൈൻ ചെയ്യുന്ന ഒപ്റ്റിമൈസ് ചെയ്യുക, ഇയർബഡിന്റെ അക്കോസ്റ്റിക് ചേംബർ ഡിസൈൻ ചെയ്യുക, പിന്നെ എയർ വെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുക, പിന്നെ DSP അല്ലെങ്കിൽ ഇക്വലൈസിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് സൗണ്ട് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. അതുകൊണ്ട് 13mm ഡ്രൈവറുള്ള ഹെഡ്സെറ്റ് ചിലപ്പോൾ 14mm ഡ്രൈവറിനെക്കാട്ടി നല്ല സൗണ്ട് നൽകാം. അപ്പോൾ ഡ്രൈവർ എന്ന് വെച്ചാൽ ജസ്റ്റ് അതിന്റെ സ്പീക്കർ മാത്രമാണ്. ട്യൂണിംഗ് ആണ് സ്പീക്കറിനെ എങ്ങനെ ശബ്ദിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇനി ഹെഡ്സെറ്റ് വാങ്ങുമ്പോൾ ഡ്രൈവർ സൈസ് മാത്രം നോക്കാതെ റിവ്യൂസ് കൂടി നോക്കി ഹെഡ്സെറ്റ് വാങ്ങണം.